ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്, വെൽക്കം ടു അഖില വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്യാരറ്റ് മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസിലുള്ള 3 ക്യാരറ്റ്, ഒരു വലിയ ഉള്ളി, 2 വറ്റൽമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി, പിന്നെ നമ്മുടെ കറിവേപ്പിലയുടെ ക്യൂബും ആട്ടോ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്കിതിനെ പീൽ ചെയ്തെടുക്കാം ക്യാരറ്റിൻ്റെ സ്കിന്ന്. ആക്ച്വലി നമുക്ക് പച്ചമുളക് ഉപയോഗിക്കാം കേട്ടോ. ഇവിടെ പൊന്നൂസ് എൻ്റെ മോന് ഇത് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അധികം കറികളിൽ പച്ചമുളക് ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകും കൂടി ചേർക്കാം. അപ്പം 3 നമ്മുടെ ക്യാരറ്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ക്യാരറ്റിന് കട്ട് ചെയ്യാം. ഞാൻ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി നീളത്തിൽ മീഡിയം കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള സൈസിൽ നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കാം. ഈ അടുത്തിരിക്കുന്ന ഐസ് ക്യൂബ് കണ്ടില്ലേ, നമ്മുടെ കറിവേപ്പിലയുടെ, ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കറിവേപ്പില കുറേ നാൾ നമുക്ക് കേടാകാതെ എങ്ങനെ സൂക്ഷിക്കാമെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തിട്ടതിന് ശേഷം പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങൾ കൂടെ കട്ട് ചെയ്തെടുക്കുക, നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം. ഓക്കെ, ഇത് കണ്ട് ഈ ഒരു പാകത്തിന് കട്ട് ചെയ്താൽ മതി. മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിലായിട്ട് ആവശ്യമായിട്ടുള്ള ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കടുകും വറ്റൽമുളക്, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നല്ല പാകത്തിന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി റെഡി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.